ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 13,735 ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 2024 ഡിസംബർ 17 മുതൽ 2025 ജനുവരി 7 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിൽ റിട്ടേൺ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ആദ്യം പ്രിലിമിനറി എക്സാമിനേഷനും പിന്നീട് മെയിൻ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ 2025 ഫെബ്രുവരിയിലും മെയിൻ എക്സാമിനേഷൻ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ 2025 നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും https:/bank.sba/web/careers/current opening സൈറ്റ് ലഭ്യമാണ്. മറ്റു സൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. https:/www.sba.co.in/web/careers/current openings എന്ന സൈറ്റിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആകെ വേക്കൻസികൾ 13,735 ആണ്. അതിൽ കേരളത്തിൽ മാത്രമായിട്ട് 426 ഒഴിവുകളുണ്ട്. 226 ഒഴിവുകൾ അൺറിസർവ്ഡ് ആണെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത എന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ്. 2024 ഡിസംബർ 31 മുമ്പ് ബിരുദം നേടുന്നവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രായപരിധി പറയുകയാണെങ്കിൽ 20 മുതൽ 28 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 1/4/2024 അടിസ്ഥാനമൊക്കെയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ SC കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനലായിട്ടുള്ളവർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും അവരുടെ മനസ്സിലാക്കുക. പ്രിലിമിനറി എക്സാമിനേഷന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ 30 ചോദ്യങ്ങൾ, അതിന് 30 മാർക്കായിരിക്കും. 20 മിനിറ്റ് ആയിരിക്കും സമയം ലഭിക്കുക. ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 35 ചോദ്യങ്ങൾ, 35 മാർക്ക്, 20 മിനിറ്റ് സമയമായിരിക്കും ലഭിക്കുക. റീസണിങ് എബിലിറ്റിയുടെ 35 ചോദ്യങ്ങൾ, 35 മാർക്ക്, അതിനും 20 മിനിറ്റ് സമയം. അങ്ങനെ ആകെ 1 മണിക്കൂറിൽ 100 ചോദ്യങ്ങളും 100 മാർക്കും ആയിരിക്കും ഉണ്ടായിരിക്കും. 1 മണിക്കൂറായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. എന്നാൽ മെയിൻ എക്സാമിനേഷൻ 2 മണിക്കൂർ 40 മിനിറ്റാണ്. ജനറൽ ഫൈനാൻഷ്യൽ അവയർനെസ്സിൻ്റെ 50 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് 50 മാർക്കാണുള്ളത്. 35 മിനിറ്റ് സമയം ലഭിക്കും. ജനറൽ ഇംഗ്ലീഷിൻ്റെ 40 ചോദ്യങ്ങൾ, 40 മാർക്ക്, സമയം 35 മിനിറ്റ് തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 50 ചോദ്യങ്ങൾ ഉണ്ടാകും. 50 മാർക്കാണ് അതിന് വേണ്ടി ലഭിക്കുക. 45 മിനിറ്റ് സമയം. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ 50 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 60 മാർക്കാണ്. അതിന് സമയം 45 മിനിറ്റ്. അങ്ങനെ ആകെ 190 ചോദ്യങ്ങളും 200 മാർക്കും ആയിരിക്കും ആ പരീക്ഷയും മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. 2 മണിക്കൂർ 40 മിനിറ്റ് സമയം നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കും. ശമ്പളം പറയുകയാണെങ്കിൽ 26,730 മുതൽ 64,480 എന്ന സ്കെയിലൊക്കെ ശമ്പളം ലഭിക്കുക. അടിസ്ഥാന ശമ്പളം തന്നെ 26,730 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം ഇതിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന ആപ്ലിക്കേഷനോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷന്, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇതെല്ലാം നിങ്ങൾ തയ്യാറാക്കിയത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന നേരത്തെ ഇതെല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാതിന് ശേഷം അപ്ലൈ എളുപ്പം ചെയ്യാൻ പറ്റും. അപേക്ഷാ ഫീസ് കൊണ്ട് അൺഡിസൈഡ് കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും ഒക്കെ 750 രൂപയാണ്. ബാക്കിയുള്ളവർക്കും SC കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കൊന്നും ഫീസില്ല. ബാക്കി ജനറൽ കാൻഡിഡേറ്റ്സിനെല്ലാം 750 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ പറയുകയാണെങ്കിൽ ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാൻ കഴിയും. 2025 ജനുവരി 7 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ, ഡിഗ്രി ആയുള്ളവർ, ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇതേ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക. കേരളത്തിലും വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. അതുപോലെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക, മറന്നു പോകരുത്. താങ്ക് യു.